ഹായ് ഓൾ. റോണ്ട ബേണിൻ്റെ 28 ഡേയ്സ് മാജിക് പ്രാക്ടീസിൻ്റെ 11ാമത്തെ ദിവസമാണ് നമ്മൾ ഇന്നിവിടെ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത്. തീർച്ചയായും എല്ലാവരും 10 ഡേയ്സ് പ്രാക്ടീസ് ചെയ്തിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ ഈ നിസ്സാരമായി ഈ പ്രാക്ടീസിനെ ഒരിക്കലും കാണരുത്. നിങ്ങൾക്ക് യൂണിവേഴ്സ്, അതായത് ദൈവം തന്നിട്ടുള്ള ഏറ്റവും വലിയ അനുഗ്രഹമായി ഇതിനെ കാണണം. നമ്മൾ ഇന്ന് വരെ നന്ദി എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ടാകും, പക്ഷേ ഈ ഒരു പ്രാക്ടീസ് വേറൊരു മാജിക്കൽ ടെക്നിക്കാണ്. നിങ്ങളിത് നിങ്ങളുടെ ലൈഫിൽ അപ്ലൈ ചെയ്ത് വരുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങൾ വളരെ വലുതാണ്. ഇത് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് ഞാൻ അതിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ടാണ്. നിങ്ങൾ രാവിലെ ഉണരുമ്പോൾ ചിന്തിക്കൂ, നിങ്ങൾക്ക് സ്നേഹിക്കാനും ആനന്ദിക്കാനും ചിന്തിക്കാനുമായി ജീവനോടെ നമ്മൾ ഇരിക്കുന്നുവെന്ന ആനുകൂല്യത്തെക്കുറിച്ച്. ശരിക്കും അതൊരു ആനുകൂല്യമാണ്. നമ്മൾ ഇന്നും ഓരോ ദിവസവും രാവിലെ എഴുന്നേൽക്കുന്നത്. ഇന്ന് നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നതിന് ഒരു ദിവസം തുടങ്ങുമ്പോൾ മുതൽ നമ്മൾ ആ ഫുൾ ഡേ എങ്ങനെ നമ്മൾ നന്ദി എന്ന വാക്ക് ഉപയോഗിക്കണമെന്നുള്ളതിനെക്കുറിച്ചാണ്. അതായത് ഒരു മാന്ത്രിക പ്രഭാതം. നിങ്ങളുടെ മുന്നോട്ടുള്ള ദിവസം മാന്ത്രികത നിറഞ്ഞതായിരിക്കുമെന്ന് ഉറപ്പുവരുത്താനുള്ള ഏറ്റവും എളുപ്പവും ലളിതമായ വഴി നിങ്ങളുടെ പ്രഭാതത്തിൽ കൃതജ്ഞത നിറയ്ക്കുകയാണ്. കൃതജ്ഞത നിങ്ങളുടെ പ്രഭാതചര്യയിൽ ഉൾപ്പെടുത്തുമ്പോൾ മാന്ത്രികതയുടെ ഗുണഫലങ്ങൾ മുഴുവനും നിങ്ങൾക്ക് അന്നേ ദിനം മുഴുവൻ കാണാനും അനുഭവിക്കാനും കഴിയും. ഓരോ പ്രഭാതവും നന്ദി പറയാനുള്ള അവസരങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഇത് നിങ്ങളുടെ അധിക സമയം അപഹരിക്കുകയോ കാലതാമസം വരുത്തുകയോ ചെയ്യുന്നില്ല. എന്തെന്നാൽ മറ്റു കാര്യങ്ങൾ ചെയ്യുന്നത് പോലെ സ്വാഭാവികമായി നിങ്ങൾക്ക് ഇതും ചെയ്യാവുന്നതാണ്. പ്രഭാതത്തിൽ നന്ദി അർപ്പിക്കുന്നത് കൊണ്ട് മറ്റൊരു ഗുണം കൂടിയുണ്ട്. എന്തെന്നാൽ നിങ്ങളുടെ ദിനചര്യകളോടൊപ്പം സ്വയം അറിയാതെ തന്നെ നിഷേധാത്മക ചിന്തകളിലൂടെ നിങ്ങൾ നിങ്ങളെ തന്നെ ഉപദ്രവിക്കുന്നത് കൃതജ്ഞത അർപ്പിക്കുന്നതിലൂടെ ഒഴിവാകും. നന്ദി അർപ്പിക്കാനുള്ള കാരണങ്ങൾ മനസ്സ് കേന്ദ്രീകൃതമായിരിക്കുമ്പോൾ നിഷേധാത്മക ചിന്തകൾക്ക് അവിടെ സ്ഥാനമുണ്ടാകില്ല. ഈ പരിശീലനത്തിന് ശേഷം നിങ്ങൾ കൂടുതൽ സന്തോഷത്തോടെയും ആത്മവിശ്വാസത്തോടെയും ആവും നിങ്ങളുടെ ദിനചര്യ തുടരുക. നിങ്ങളുടെ കൺമുന്നിൽ തന്നെ മാന്ത്രികത സംഭവിക്കുന്നത് നിങ്ങൾക്ക് കാണാനാകും. ഇന്ന് നിങ്ങൾ പുതിയൊരു ദിവസത്തിലേക്ക് ഉണരുമ്പോൾ നിങ്ങളൊന്ന് അനങ്ങുന്നതിനോ എന്തെങ്കിലും കാര്യം ചെയ്യുന്നതിനോ മുമ്പ് നന്ദി എന്ന മാന്ത്രിക വാക്ക് പറയുക. നിങ്ങൾ ജീവനോടെ ഇരിക്കുന്നു എന്ന യാഥാർത്ഥ്യത്തിന് നന്ദി പറയുക. ജീവിതത്തിൽ ഒരു ദിനം കൂടി നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. നിങ്ങളുടെ ജീവിതം ഒരു ദാനമാണ്. ഓരോ ദിനവും ദാനമാണ്. നിങ്ങൾ ഇതേപ്പറ്റി ശരിക്കും ചിന്തിക്കുകയാണെങ്കിൽ മറ്റൊരു ദിനം കൂടി ലഭിച്ചതിന് പ്രഭാതത്തിൽ നന്ദി പറയാതിരിക്കുന്നത് ആലോചിക്കാനേ കഴിയില്ല. പുതിയ ദിനം എന്നത് അത്ര വലിയ കാര്യമല്ലെന്ന് നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ ഒരു ദിവസം ഒന്ന് നഷ്ടപ്പെടുത്താൻ ശ്രമിച്ചു നോക്കൂ. നിങ്ങൾ ഉറക്കച്ചടവോടെ ഇരിക്കുന്നതോ ജോലിക്കായി ഉണരാൻ അലാം ശബ്ദിക്കുന്നതോ വാരാന്ത്യങ്ങളിൽ ഉറങ്ങുന്നതോ ഒന്നും വലിയ കാര്യമേ അല്ല. എന്നാൽ ഉണർന്നാലുടൻ ജീവിതത്തിലെ മറ്റൊരു ദിനത്തിനായി നന്ദി എന്ന മാന്ത്രിക വാക്ക് സ്വയം നിങ്ങൾ പറയുക. നിങ്ങൾക്ക് ലഭിച്ച നല്ലൊരു രാത്രി ഉറക്കത്തിന് നന്ദി പറയുക. പുതപ്പും തലയണയുമുള്ള കിടക്കയിൽ ഉറങ്ങാൻ കഴിഞ്ഞതിൽ തന്നെ നിങ്ങൾ ഭാഗ്യവാനല്ലേ. എത്രയോ പേർക്ക് അതില്ലാത്തതാണ്. നന്ദി. നിങ്ങളുടെ കാലുകൾ തറയിൽ സ്പർശിക്കുമ്പോൾ തന്നെ നന്ദി എന്ന് പറയുക. നിങ്ങൾക്കൊരു കുളിമുറിയുണ്ടോ? നന്ദി പറയുക. എല്ലാ ദിവസവും പ്രഭാതത്തിൽ നിങ്ങൾ പൈപ്പിൻ്റെ ടാപ്പ് തിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ശുദ്ധജലം ലഭിക്കുന്നുണ്ടോ? അതിന് ഹൃദയത്തിൽ നിന്ന് നന്ദി പറയുക. നിങ്ങളുടെ രാജ്യം മുഴുവനും നഗരത്തിലെമ്പാടും നിങ്ങളുടെ വീട്ടിലേക്കുള്ള തെരുവുകളിലും കുഴിയെടുത്ത് പൈപ്പുകൾ സ്ഥാപിച്ച് നിങ്ങൾക്ക് വെള്ളം എത്തിക്കുന്ന ആളുകളെപ്പറ്റി ഒരു നിമിഷം ചിന്തിക്കുക. നിങ്ങൾക്ക് ടാപ്പ് തുറന്നാൽ നല്ല ശുദ്ധജലം ലഭിക്കും. അതിന് നന്ദി പറയുക. അവയില്ലെങ്കിൽ നിങ്ങളുടെ ദിനം അത്ര ഫ്രഷായി തുടങ്ങാൻ കഴിയണമെന്നില്ല. ടവലുകളും സോപ്പും കണ്ണാടിയും തുടങ്ങി ബാത്റൂമിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന നിങ്ങളുടെ ദിവസം ഉണർവോടെയും ഫ്രഷോടെയും ഇരിക്കാൻ സഹായിക്കുന്ന എല്ലാ സാധനങ്ങൾക്കും നിങ്ങൾ നന്ദി പറയുക. നിങ്ങൾ ഡ്രസ്സ് ധരിക്കുമ്പോൾ ചിന്തിക്കുക, നിങ്ങൾക്കിടാനും തിരഞ്ഞെടുക്കാനുമായി വസ്ത്രങ്ങളുള്ളത് എത്രയോ വലിയ ഭാഗ്യമാണ്. അതിന് നന്ദി പറയുക. നിങ്ങളൊരു ദിവസം ധരിക്കുന്ന വസ്ത്രങ്ങൾ ഉണ്ടാക്കാൻ എത്ര ആളുകളായിരിക്കും പ്രയത്നിച്ചിരിക്കുക എന്ന് ഒന്ന് ചിന്തിച്ച് നോക്കുക. ഈ ഗ്രഹത്തിലെ പല രാജ്യങ്ങളിലും വരുന്ന വസ്ത്രങ്ങളായിരിക്കാം നിങ്ങൾക്കൊരു ദിവസം ധരിക്കാൻ സാധ്യത. എല്ലാവർക്കും നന്ദി. നിങ്ങൾക്കൊരു ഷൂസ് ഉണ്ടോ? എന്തൊരു ഭാഗ്യവാനാണ്. ഷൂസ് ഇല്ലാത്ത ജീവിതം ഒന്ന് സങ്കല്പിച്ച് നോക്കുക. ഷൂസുകൾക്ക് നന്ദി പറയുക. പുതിയൊരു ദിവസത്തിൻ്റെ സാധ്യത എന്നും ആഹ്ലാദചിത്തനാകുന്നു. ഒരു പുതിയ തുടക്കം, ഒരു പരിശ്രമം. ഒരുപക്ഷെ പ്രഭാതത്തിൻ്റെ പിന്നാമ്പുറങ്ങളിൽ എവിടെയോ മാന്ത്രികതയുടെ ഒരു തുണ്ട് നമ്മൾക്ക് വേണ്ടി കാത്തു നിൽക്കുന്നത് പോലെയാണ്. നിങ്ങളുടെ പ്രഭാതചര്യയിൽ കഴിയാവുന്നത്ര ഏകാഗ്രതയോടെ നന്ദി അർപ്പിച്ച് ഇന്നത്തെ ദിവസം കഴിയുന്നത്ര നല്ലതാക്കുക. നിങ്ങളുടെ കണ്ണ് തുറക്കുമ്പോൾ മുതൽ ഷൂസ് ധരിച്ച് തയ്യാറാകുന്നത് വരെ മാന്ത്രിക വാക്കായ നന്ദി എന്ന് ഉരുവിടുക. നിങ്ങൾ തൊടുന്നതും ഉപയോഗിക്കുന്നതുമായ എല്ലാറ്റിനും നിങ്ങൾ പ്രഭാതത്തിൽ തന്നെ കുളിച്ച് നല്ല വസ്ത്രങ്ങൾ ഇട്ടോ
എന്നതൊന്നും അത്ര പ്രധാനമല്ല. മാന്ത്രിക പ്രഭാത പരിശീലനം നിങ്ങൾക്ക് എപ്പോഴും ഒരു മാർഗ്ഗദീപമായി തുടരാവുന്നതാണ്. നിങ്ങളുടെ പ്രഭാത കൃത്യങ്ങളിൽ അത് ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങൾ ഉണർന്നു കഴിഞ്ഞാലുടൻ പ്രാതൽ കഴിക്കുകയാണെങ്കിൽ പ്രാതലിനുള്ള എല്ലാ സാധനങ്ങളും മാന്ത്രിക വാക്കായി നന്ദി പറഞ്ഞ് തൊടുകയും ഉപയോഗിക്കുകയും ചെയ്യുക. പ്രഭാതത്തിൽ കഴിക്കുന്ന കാപ്പിക്കും ചായയ്ക്കും പ്രാതലിന് നന്ദി പറയുക. അവ നിങ്ങളുടെ പ്രഭാതങ്ങളുടെ ആസ്വാദകരമാക്കുകയും അന്നേ ദിനത്തിനായുള്ള ഊർജം നിങ്ങളുടെ ബോഡിക്ക് പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു. നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കാൻ ഉപയോഗിക്കുന്ന അടുക്കള ഉപകരണങ്ങൾക്ക് നന്ദി പറയുക. രാവിലെ ഉണർന്ന് കാലുകൾ തറയിൽ ചവിട്ടുന്നതോടൊപ്പം നന്ദി എന്ന വാക്ക് ഉരുവിടുന്നതിൽ ഒരു ദിവസം പോലും നിങ്ങൾ പാഴാക്കരുത്. അതായത് നമ്മൾ 24 മണിക്കൂറും നന്ദി എന്ന വാക്ക് എല്ലാ കാര്യങ്ങൾക്കും യൂസ് ചെയ്യുക. രാവിലെ എഴുന്നേൽക്കുന്ന സമയം തുടങ്ങി നമ്മൾക്ക് അന്നേ ദിവസം ലഭിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ മനസ്സുകൊണ്ട് നന്ദിയുള്ളവരാകുക. പുതിയ ദിവസത്തിലേക്ക് നിങ്ങൾ ഉണരുമ്പോൾ ഏതൊരു കാര്യം ചെയ്യുന്നതിന് മുൻപും നിങ്ങൾ മാന്ത്രിക വാക്കായ നന്ദി പറയുക. നിങ്ങൾ കണ്ണു തുറക്കുന്ന നിമിഷം മുതൽ ഡ്രസ്സ് ചെയ്ത് തയ്യാറാകുന്നവരെ നിങ്ങൾ തൊടുന്നതും ഉപയോഗിക്കുന്നതുമായ എല്ലാ കാര്യത്തിനും എല്ലാത്തിനും നന്ദി എന്ന മാന്ത്രിക വാക്ക് മനസ്സിൽ ഉരുവിടുക. ഇന്നത്തെ പ്രാക്ടീസ് ഇത്രയും ലളിതമാണ്, ഇത്രയും സുന്ദരമാണ്, ഇത്രയും ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു പ്രാക്ടീസാണ്. നിങ്ങൾ നന്ദി എന്നൊരു വാക്ക് നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു പാട്ടാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ വരുന്ന മാറ്റങ്ങൾ വളരെ 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 അത്ഭുതകരമാണ്. തീർച്ചയായും നിങ്ങൾ എല്ലാവരും ഈ പ്രാക്ടീസ് ഒന്ന് ചെയ്തു നോക്കുക. ഞാൻ വീണ്ടും നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുന്നത് അത്രയും അത്ഭുതകരമായ മാറ്റം നിങ്ങളുടെ ലൈഫിലേക്ക് ഈ ഒരു പ്രാക്ടീസ് കൊണ്ടുവരും എന്നുള്ളത് കൊണ്ടാണ്. തീർച്ചയായും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമെന്ന് തന്നെ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. പ്രാക്ടീസ് ചെയ്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ഇടുക, നിങ്ങൾക്ക് വന്ന മാറ്റം പറയുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നാളെ വീണ്ടും അടുത്ത പ്രാക്ടീസുമായി കാണാം. എല്ലാവർക്കും ഒരുപാട് അനുഗ്രഹങ്ങളും ഐശ്വര്യങ്ങളും നേർന്നുകൊണ്ട് ബൈ ബൈ, ടേക്ക് കെയർ.